ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉള്ളെടുത്ത് പ്രതിദിനം 80 പേർക്ക് ടെസ്റ്റുകൾ നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ സമരത്തെ തുടർന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഗതാഗത വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ ഇളവുകൾ മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വിശദാംശം ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നില്ല. ഇതുമൂലം ടെസ്റ്റുകളും പഴയപടിയാകാത്ത സാഹചര്യമായിരുന്നു. ഉത്തരവിറങ്ങിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതുക്കിയ നിർദ്ദേശങ്ങളോടെ നടക്കും. ഒരു MVI മാത്രമുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റും 2 MVIമാരുള്ളിടത്ത് 80 ടെസ്റ്റുകളും പ്രതിദിനം നടത്താമെന്ന് ഉത്തരവിൽ പറയുന്നു. 25 പുതിയ അപേക്ഷകർ, 10 റീടെസ്റ്റ്, 5 പേർ പഠനാവശ്യത്തിനടക്കം വിദേശത്ത് പോകേണ്ടവരോ അവധിക്ക് വന്ന് മടങ്ങിപ്പോകേണ്ടവരോ ആയ പ്രവാസികൾ എന്ന രീതിയിലാകണം ടെസ്റ്റുകളിലെ മുൻഗണന. വിദേശത്ത് പോകുന്ന അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിൽ റീടെസ്റ്റ് അപേക്ഷകരുടെ സീനിയോറിറ്റി പരിഗണിച്ച് അവസരം നൽകണം. 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. റോഡ് ടെസ്റ്റുകൾ നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലും ഗ്രൗണ്ടുകളിലും RTO, സബ് RTO ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്യുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. ലേണേഴ്സ് ലൈസൻസ് നേടിയിട്ടുള്ളവരുടെയും ഇതിന്റെ കാലാവധി അവസാനിക്കുന്നവരുടെയും ക്രമം അനുസരിച്ചുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഓരോ ഓഫീസിന്റെ കീഴിലും തീർപ്പാക്കാനുള്ള അപേക്ഷകരുടെ ബാഹുല്യം പരിശോധിച്ച് അധികം അപേക്ഷകരുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് അപേക്ഷ തീർപ്പാക്കുന്നതിനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. പ്രതിദിനം 40 ടെസ്റ്റ് എന്ന മാനദണ്ഡം പാലിച്ചാവണം അപേക്ഷകൾ പരിഗണിക്കേണ്ടത്. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഓരോ ഡ്രൈവിംഗ് സ്കൂളിനും യോഗ്യതയുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടാകണമെന്നും ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി.